സോ ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ HTTP എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ കസ്റ്റം എക്സ്പെക്റ്റേഷൻ എങ്ങനെ ഉണ്ടാക്കാമെന്നായിരിക്കും. സോ നമുക്ക് തുടങ്ങാം. നമ്മുടെ ബൂട്ട് ക്യാമ്പ് സീരീസിലുള്ള സെയിം കോഡാണ്, അതേ സെയിം UI. ഞാൻ കുറച്ച് ചേഞ്ചസ് വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫോം ഡാറ്റയിൽ ഡാറ്റാസ് കുറച്ച് റിമൂവ് ചെയ്തു. ഞാൻ ഹൗസ് ടൈറ്റിൽ മാത്രം കീപ്പ് ചെയ്തുള്ളൂ. ഈ കോഡ് എൻ്റെ GitHub റിപ്പോയിലുണ്ട്, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, ദെൻ നമ്മളുടെ ഫോമിൽ ഓൺ സേവ് മെത്തേഡിൽ ആകെ ഹോം ടൈറ്റിൽ മാത്രമേ നമ്മൾ സേവ് ചെയ്യണുള്ളൂ. ബാക്കി എല്ലാത്തിൻ്റെ ഹോം സേവ് വേക്കൻ്റ് ആണ്. നോക്കിയേക്കാം, കണ്ടില്ലേ, ജസ്റ്റ് വേക്കൻ്റ് ആണ്, ഒന്നും കീപ്പ് ചെയ്തിട്ടില്ല. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മളുടെ ഫംഗ്ഷൻ ഞാൻ സെപ്പറേറ്റ് ചെയ്തു. ഫംഗ്ഷൻ സെപ്പറേറ്റ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സെൻഡ് ഡാറ്റ ടു സെർവർ ആയ നമ്മുടെ ഫംഗ്ഷൻ. അവിടെ നമ്മൾ API ചെയ്തത്. നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ APIനെ ഞാൻ വേറൊരു ഫംഗ്ഷനിലേക്ക് മാറ്റി, ഡാറ്റ ആക്സ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കട്ട് ആൻഡ് പേസ്റ്റ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്തു, ആ വെയിറ്റും കൊടുത്തു. സോ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വലിയ ആപ്പുകളൊക്കെ ചെയ്യും. സാധാരണ നമ്മൾ എന്ത് ആപ്പ് ചെയ്താലും നമ്മൾ വേറെ വേറെ ഫംഗ്ഷനിലേക്കായിരിക്കും നമ്മുടെ API അതിൻ്റെ പരിപാടികളും പിന്നെ അതേപോലെ അത് ആക്സസ് ചെയ്യണതും രണ്ട് ഫംഗ്ഷനിലേക്കും നമ്മൾ കീപ്പ് ചെയ്യാൻ പോകണം. സോ അതേപോലെ തന്നെ അതേ സെയിം അപ്രോച്ച് തന്നെ നമ്മൾ ഉപയോഗിച്ചിരുന്നത്. യൂഷ്വലി വേറെ ഫയലിലായിരിക്കുള്ളൂ, നമ്മൾ എന്തായാലും ഒറ്റ ഫയലിൽ തന്നെ ചെയ്തിരുന്നുള്ളൂ. ഓക്കെ, നമ്മുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ ഹാൻഡിൽ ചെയ്യാൻ ആയിട്ട് നമ്മൾ സാധാരണ എന്താ യൂസ് ചെയ്യാറ്, ട്രൈ ആൻഡ് ക്യാച്ച് ഉപയോഗിക്കും. സോ നമ്മൾ ട്രൈ ആൻഡ് ക്യാച്ച് തന്നെ എടുക്കുക. ട്രൈ ആൻഡ് ക്യാച്ച് നമ്മൾ ഈ കോഡ് ട്രൈ ചെയ്യാൻ കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും എറർ വന്നെങ്കിൽ നമ്മുടെ ക്യാച്ചിലോ തന്നെ കോഡ് വർക്ക് ചെയ്യും. സോ അപ്പോൾ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ ആ എറർ മെസ്സേജ് ആയിക്കോളൂ ഇയിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രിൻ്റ് എഴുതാം. പക്ഷെ നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് ഈ എറർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ UIയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ലൈക്ക് അതൊക്കെ എന്തെങ്കിലും ഹാൻഡിൽ ചെയ്യണം. എറർ അടിച്ചു അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതിയിട്ട് കാര്യമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഫംഗ്ഷൻ ചിലപ്പോൾ ഈ ഫയലിലായിരിക്കില്ല, വേറെ ഫയലിലായിരിക്കുള്ളൂ. ഓക്കെ, സോ നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ത്രോ എന്ന് കൊടുക്കാം. ത്രോ. ദെൻ നമുക്ക് ഇവിടെ ഡാറ്റ ആക്സ് ഉണ്ടല്ലോ, ഇവിടെ ക്യാച്ച് കൊടുക്കാം. എറർ ക്യാച്ച് ചെയ്യാൻ വേണ്ടി അവിടെ എറർ അടിച്ച് ത്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ എന്ന് കൊടുത്തു, നേരത്തെ കൊടുത്ത പോലെ. ഓക്കെ, ഇനി ഇവിടെ എറർ അടിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യും, ക്യാച്ചറർ. ഒപ്പം അതിൻ്റെ ഇവിടെ ത്രോ ചെയ്യുന്ന വാല്യൂ ഉണ്ടല്ലോ ഡാറ്റ, അത് നമുക്ക് ഇവിടെ ഈല് കിട്ടും. ഓക്കെ, ഇവിടെ നിന്ന് ത്രോ ചെയ്യേണ്ട എന്തും ഇവിടെ ഈല് കിട്ടിക്കോളും. നമുക്ക് ഇനി ചെയ്യേണ്ട പണിയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ടേബിൾ പ്രിൻ്റ് കൊടുക്കാം. ഓക്കെ, സ്ട്രിങ് ഡീബഗ് പ്രിന്റ് സ്ട്രിങ് ആണ് എടുക്കുന്ന ടൈപ്പ്. നോക്കണം, ശ്രദ്ധിക്കണം, സ്ട്രിങ് ആണ്, കണ്ടില്ലേ? സോ അത്ര ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ഫസ്റ്റ് മോഡ് മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. നമ്മുടെ API കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, സ്റ്റാറ്റസ് കോഡ് എന്നൊരു സാധനമുണ്ട്. നമുക്ക് ഫെച്ച് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റിലുള്ളതാണ്. നമ്മളിവിടെയാണ് ഡാറ്റ ഫെച്ച് ചെയ്യുന്നത്. ഇത് ഫെച്ച് ഡാറ്റ ഡോട്ട് ബോഡിയാണ് നമ്മുടെ ഡാറ്റ വരുന്നത്. ഫെച്ച് ഡാറ്റ ഡോട്ട് സ്റ്റാറ്റസ് കോഡ് എന്ന് വെച്ചാൽ നമ്മുടെ APIയുടെ സ്റ്റാറ്റസ് കോഡ് വരും. സോ എന്താണെന്ന് അറിഞ്ഞില്ല, ഞാൻ ഒരു ലിങ്ക് ഇട്ടേക്കാം എല്ലാ സ്റ്റാറ്റസ് കോഡിൻ്റെ ഒരു വിവരമായിട്ട്. സോ സ്റ്റാറ്റസ് കോഡ് ഉണ്ടോ 400 ആയിട്ട്. 400 സ്റ്റാറ്റസ് കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റ് എറർ എന്നാണ് അർത്ഥം. സോ ഈ പേജ് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കുറേ സ്റ്റാറ്റസ് കോഡ് ഉണ്ട് നമ്മുടെ API കോഡിന്. സോ 400 ഇത് വന്നിരുന്ന എല്ലാം കണ്ടില്ലേ, ക്ലയൻറ്റ് എററാണ്. 500 ഇതിൽ വന്നതൊക്കെ സെർവർ എററാണ്. ഓക്കെ, നമുക്ക് വരേണ്ടത് 200 ഇപ്പം നമ്മുടെ കേസിൽ 201 ആണ് ക്രിയേറ്റഡിന് വേണ്ടി. അപ്പോഴാണ് നമ്മുടെ സക്സസ്ഫുൾ. സോ 200 എല്ലാം സക്സസ്ഫുളിൻ്റെ തന്നെ ഒരു ഇതിലാണ്. സോ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എറർ അറിയാമല്ലോ, ക്ലയൻറ്റ് എറർ 400 500 വന്നതാണ് ക്ലയൻറ്റ് എറർ. സോ 200 അല്ലാണ്ട് എന്ത് വന്നാലും നമുക്ക് എറർ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതായിരിക്കും നമ്മൾ എന്ന് വെച്ചാൽ നമ്മുടെ HTTP എക്സ്പെക്റ്റേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ അത് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു സാധനം കൊടുക്കാം, ഇഫ്. ഓക്കെ, ദെൻ സ്റ്റാറ്റസ് കോഡ്, ഓക്കെ 200 4 let me see 226.
സോ ഇപ്പം നമ്മൾ 200 അല്ലാത്ത ബാക്കി എന്ത് വന്നാലും നമ്മൾ എന്താണ് ഇഫിൻ്റെ ഉള്ളിലേക്ക് പോകും. സോ നമ്മുടെ ഇഫിൻ്റെ ഉള്ളിലാകുമ്പോൾ ഒന്നും കൂടെ ത്രോ ചെയ്യും. സോ സാധാരണ ഒക്കെ എറർ വരുമ്പോൾ ത്രോ ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കുള്ളൂ. ത്രോ മെസ്സേജ് നമ്മളുടെ അല്ലേ, എങ്ങനെയായിരിക്കും നമ്മൾ സാധാരണ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഈ അപ്രോച്ച് അല്ല, നമ്മൾ സ്വന്തമായിട്ട് ഒരു HTTP എക്സ്പെക്റ്റേഷൻ ഉണ്ടാക്കാൻ പോകും. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കീപ്പ് ചെയ്യുക വേക്കൻ്റ് ആയിട്ട്. ഞാനൊരു HTTP എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഫയൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, തോന്നിയെടുത്തുകൊണ്ട് ഉണ്ടാക്കാണ്ട് ഒരു ഫയൽ പാറ്റേണിൽ കീപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മോഡൽ എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ ഉള്ളിൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞൊരു ഫോൾഡറിൻ്റെ ഉള്ളിലാണ് HTTP എക്സ്പെക്റ്റേഷൻ ഉണ്ടാക്കിയത് ഫയൽ. സോ അതേപോലെ ഇതിന് പാറ്റേൺ കീപ്പ് ചെയ്യാം പെട്ടെന്ന് നാവിഗേറ്റ് ചെയ്യാനായിട്ട്. സോ ഞാൻ ഈ ഫയലിൻ്റെ ഉള്ളിൽ ക്ലാസ് HTTP so exception, then implement, okay, then exception, ഞാൻ implement exception കൊടുത്തു. ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ് ടു സ്ട്രിങ് എന്നൊരു സാധനം കൊടുക്കുന്നുണ്ട്. ടു സ്ട്രിങ് ഫസ്റ്റ് കൊടുത്തു. ഇതിനൊരു റിട്ടേൺ ടൈപ്പ് വേണമല്ലോ സ്ട്രിങ് ആള് ഫംഗ്ഷനിൽ. സോ നമുക്കത് ചെയ്യാൻ കൂടിയാണ്. ജസ്റ്റ് റിട്ടേൺ ഇപ്പം ഞാൻ ജസ്റ്റ് എന്തെങ്കിലും റിട്ടേൺ ചെയ്തേക്കാം ആ വാണിംഗ് കളയാൻ വേണ്ടി. സോ ഇതാണ് സാധാരണ ഒരു കസ്റ്റം എക്സ്പെക്റ്റേഷൻ്റെ മോഡൽ, ബേസിക് മോഡൽ. സോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള എക്സ്പെക്റ്റേഷൻ്റെ ഒരു പേര് കൊടുക്കാം. നമ്മുടെ കേസിൽ നമ്മൾ HTTP എക്സ്പെക്റ്റേഷൻ ആണ് കൊടുത്തത്. നമ്മൾ ഇംപ്ലിമെൻറ്റ് എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് കൊടുക്കുക. ഇത് അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്. ഓക്കെ, ദെൻ ടു സ്ട്രിങ്ങിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ആ റിട്ടേൺ ചെയ്യുന്ന സാധനമായിരിക്കും നമ്മളുടെ ഇവിടെ ക്യാച്ച് എറർ വരുമല്ലോ, ഇവിടെ ക്യാച്ച് എറർ. സോ ഇവിടെ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ആയിരിക്കും നമ്മുടെ മെസ്സേജ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് അപ്പുറത്ത് കിട്ടാൻ വേണ്ടി ക്യാച്ച് എററിൽ. സോ നമുക്ക് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പണി തീർന്നിട്ടില്ല. നമ്മുടെ കേസിൽ HTTP എക്സ്പെക്റ്റേഷൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് എക്സെപ്ഷനിൽ ലൈക്ക് സ്റ്റാറ്റസ് കോഡ് നോക്കിയിട്ട് ഓരോരുത്തരനുസരിച്ച് ഓരോ ഡിഫറെൻ്റ് ആയിട്ട് പറയണം. ലൈക്ക് നമുക്ക് നേരത്തെ ശ്രദ്ധിച്ചല്ലോ കുറേ സ്റ്റാറ്റസ് കോഡ് ഉണ്ട്, ഇഷ്ടംമാരുണ്ട്. ക്ലയൻറ്റിന് തന്നെ ഉണ്ടെങ്കിലേ 400, 401, 402 ഇഷ്ടംമാരുണ്ട്. അതേപോലെ സെർവറിന് 500, 501 അങ്ങനെ ഇഷ്ടംമാരുണ്ട്. സോ അതൊക്കെ നമ്മൾ നോക്കണം. അങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടെ ചെന്നിട്ട് ഇവിടെ സ്റ്റാറ്റസ് കോഡ് എടുക്കാൻ വേണ്ടി ഒരെണ്ണം കൊടുക്കാം. ഞാനപ്പോൾ ഇൻറ്റ്. ഓക്കെ, ദെൻ സ്റ്റാറ്റസ് കോഡ്. സോ സ്റ്റാറ്റസ് കോഡ് ഇൻറ്റ് ആണ്, അതുകൊണ്ടാണ് ഇൻറ്റിജർ ടൈപ്പ് കൊടുത്തത്. ഇനി നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും കസ്റ്റമായിട്ട് എഴുതുമ്പോൾ അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കണ്ടില്ലേ മൗസ് കൊണ്ട് വെച്ചാൽ മതി, കണ്ടില്ലേ ഇൻറ്റ് എന്ന് കാണിക്കും. സോ ഞാൻ അതിന് കൊടുത്തു. പിന്നെ ഞാനൊരു സ്ട്രിങ് മെസ്സേജും കൂടെ ഞാൻ കൊടുത്തു. ഓക്കെ, മെസ്സേജ് ഒന്നും കൂടെ കൊടുക്കുകയാണ് ഞാൻ. ഇത് ഫൈനലി, ഓക്കെ, ഇതും ഫൈനൽ കൊടുത്തു. ഓക്കെ, ഈ ഡാറ്റ എടുക്കണമല്ലോ. അപ്പം ദിസ് ഡോട്ട് സ്റ്റാറ്റസ് കോഡ് എന്നിട്ട് ഇതിന് ദിസ് ഡോട്ട് മെസ്സേജ് കൊടുത്തു. സോ ഞാൻ മെസ്സേജ് എന്ന സാധനം ഞാൻ റിട്ടേൺ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ കേസ് ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് ആണ് റിട്ടേൺ ചെയ്യേണ്ടത്, സ്റ്റാറ്റസ് കോഡ് അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് ആണ് റിട്ടേൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൻ്റെ അവിടെ പാസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങളുടെ ഓപ്ഷണലാണ്, വേണമെന്നില്ല. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ ഇഫ് മെസ്സേജ് സോറി ഞാൻ സ്പെല്ലിംഗ് റോങ് ആയിട്ടാണ് എഴുതിയത്, മൈ ബാഡ്. സോ മെസ്സേജ് നോട്ട് നൾ ആണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് മെസ്സേജ് ആയിരിക്കുള്ളൂ. ഓക്കെ, സോ നമ്മുടെ കേസിൽ നമുക്ക് നിങ്ങൾ ഇതിലെ മെസ്സേജ് വാല്യൂ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെസ്സേജിൻ്റെ വാല്യൂ നോട്ട് നള്ളായിരിക്കും. സോ അതാണ് കേസ് എങ്കിൽ റിട്ടേൺ ചെയ്യുന്നത് മെസ്സേജ് ആയിരിക്കും. ഇൻ കേസ് മെസ്സേജ് ഒന്ന് പാസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് കോഡ് അനുസരിച്ചായിരിക്കുള്ളൂ മെസ്സേജ് വരാൻ പോകും. ഓക്കെ, സോ അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇവിടെ വേറൊരു ഫംഗ്ഷൻ എഴുതാം.
void status code handler status code handler എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതി ഞാൻ ഫംഗ്ഷൻ ഇവിടെ കൊടുത്തു. ഇനി നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനനുസരിച്ച് ഓരോ ഇവിടെ കൊടുക്കാം. സോ ഇഫ് ഓക്കെ, നമ്മുടെ സ്റ്റാറ്റസ് കോഡിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഏതാണ് നമ്മുടെ ഒരു ഇത് കാറ്റഗറി? ക്ലയൻറ്റ് എറർ അല്ലേ? ക്ലയൻറ്റ് എറർ എന്തായിരുന്നു? 400 തൊട്ട് 451 വരെയായിരുന്നു ക്ലയൻറ്റ് എറർ. സോ നമുക്ക് അതായിരിക്കും നമ്മൾ ഫസ്റ്റത്തെ കേസ്. സോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ status code less than or equal to okay less than or equal to 400 ആണെങ്കിൽ സോറി greater than or equal to 400 ആണെങ്കിൽ and equal to let me check 451 ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വരണം. ഓക്കെ, സോ ഇപ്പോഴത്തെ കേസിൽ 400ഉം 451ൻ്റെ നടുക്കുള്ള എല്ലാ വാല്യൂസും ഇഫിൻ്റെ ഉള്ളിൽ വരും. ഓക്കെ, നമുക്കത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെസ്സേജ് ഉണ്ടല്ലോ, ഇതേപോലെ നമുക്ക് വേറൊരു സാധനം എഴുതാൻ വേണ്ടി നമ്മൾ ഒരു വേരിയബിളും കൂടെ കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ റിട്ടേൺ ചെയ്യാം, നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ഇത്രയും കൂടി ഇതിനു വേണ്ടി നമ്മൾ ചെയ്യണില്ല. ഓക്കെ, റിട്ടേൺ മെസ്സേജ് റിട്ടേൺ മെസ്സേജ് എന്ന സാധനം കൊടുത്തു. ഞാൻ ഇവിടെ റിട്ടേൺ മെസ്സേജ് ഈക്വൽ ടു സോ ക്ലയൻറ്റ് എറർ എന്ന് കൊടുത്തു. സോ ഞാൻ ക്ലയൻറ്റ് എറർ എന്ന് കൊടുത്തു. അതേ സെയിം കേസിൽ തന്നെ ഒരു ഇതുമില്ലാണ്ട് ഞാൻ 500 ഓക്കെ 500 and 511 ഓക്കെ, സോ 511ൻ്റെ നടുക്കാണെങ്കിൽ ഇത് സെർവർ എറർ എന്ന് തന്നെ. ഓക്കെ, അതും ഞാനിവിടെ കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ റിട്ടേൺ ചെയ്യേണ്ടത് വെറുതെ ഇതല്ലല്ലോ, നമുക്ക് ഈ റിട്ടേൺ മെസ്സേജ് റിട്ടേൺ ചെയ്യും. ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി. ഓക്കെ, നമ്മൾ സ്വന്തമായിട്ട് HTTP എക്സെപ്ഷൻ എഴുതി. ഓക്കെ, എക്സെപ്ഷൻ. സോ അത്ര എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കഴിഞ്ഞിട്ടില്ല, നമ്മൾ എക്സെപ്ഷൻ എഴുതിയിട്ടുള്ളൂ, യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രോ ഓക്കെ ത്രോ then exception then നമ്മുടെ സ്റ്റാറ്റസ് കോഡ് പാസ് ചെയ്യണമല്ലോ നമുക്ക് ഡോട്ട് സ്റ്റാറ്റസ് കോഡ് ഓക്കെ പ്രിൻ്റ് കളഞ്ഞേക്കാം. ഓക്കെ, ഞാനിവിടെ പാസ് ചെയ്തു. ഇനി ഇവിടെ കിട്ടണം, അതാണ് നമ്മുടെ ടാസ്ക്. കണ്ടല്ലേ, ക്ലയൻറ്റ് എറർ അതായിരുന്നല്ലോ 400 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻറ്റ് എറർ ആണ്. അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഇനിയും ബ്രോഡ് ആക്കാം. ലൈക്ക് ഈ 400 401 അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഓരോത്തിനും ഓരോ ഇതൊക്കെയാണല്ലോ, അൺഓതറൈസ്ഡ് ബാഡ് റിക്വസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് അതിന് വേറെ സ്വിച്ച് കേസ് കൊടുത്തിട്ട് ഓരോ ഇതിനും ഓരോ വാല്യൂസ് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ HTTP എക്സെപ്ഷൻ ഉണ്ടാക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കാം. ഇതേപോലെ ഓരോ എക്സെപ്ഷനും ഓരോ സ്വന്തമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കാം. ഇപ്പോൾ ഇൻ കേസ് ലൊക്കേഷന് വേണ്ടി ലൊക്കേഷൻ എക്സെപ്ഷൻ ഉണ്ടാക്കാൻ പറ്റും. ഫയർ ബേസിൻ്റെ ഒത്തൻറ്റിഫിക്കേഷൻ ആണെങ്കിൽ അതിന് വേണമെങ്കിൽ ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഫയർ ബേസിൻ്റെ എല്ലാ REST API ഉണ്ട്. സോ അതിനും നിങ്ങൾക്ക് അതേപോലെ ഉണ്ടാക്കാം. ഓൾസോ ചില സമയത്ത് ഇൻ കേസ് ചില സമയത്ത് സ്റ്റാറ്റസ് കോഡ് 200 ആയിക്കോളൂ, പക്ഷേ എറർ മെസ്സേജ് ആയിട്ട് എന്തെങ്കിലും വരുന്നുണ്ടാവും, നമ്മുടെ API എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സോ അതാണ് കേസ് എങ്കിൽ, അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ വന്നാൽ നിങ്ങൾക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എറർ മെസ്സേജ് എന്ന് പറഞ്ഞൊരു കീ അല്ലെങ്കിൽ എറർ എന്ന് പറഞ്ഞ കീ അവിടെ നമ്മുടെ API ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡോട്ട് കണ്ടെയ്ൻ ഉപയോഗിച്ചിട്ട് കീ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. എന്നിട്ട് ഇതേപോലെ തന്നെ ഇഫ് കൊടുത്ത് നിങ്ങൾക്ക് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, അതും ആ അപ്രോച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. So, Tata, see you next time.